2001 നവംബർ 9 തായ്വാൻ ജ്ഞാനദളം 331. സന്നദ്ധ സേവാ പ്രവർത്തകൻ വളണ്ടിയർ. ആരാണ് സന്നദ്ധ സേവാ പ്രവർത്തകൻ? സന്നദ്ധ സേവാ പ്രവർത്തകനാകാമോ എന്ന് ആരും ചോദിക്കാതെ തന്നെ സ്വയം പ്രചോദിതനായി സഹായിക്കാനെത്തുന്ന ആളാണ് സന്നദ്ധ സേവാ സേവകൻ. സന്നദ്ധ സേവാ പ്രവർത്തകന്റെ ഉത്സാഹം കുറഞ്ഞ് നിരാശയിലേക്കെത്താൻ സാധ്യതകളുണ്ട്. വിനയത്തേക്കാൾ കൂടുതൽ കിട്ടണം എന്ന മനോഭാവം സന്നദ്ധ സേവാ പ്രവർത്തകന് ഉണ്ടാകുമ്പോൾ അത് അയാളുടെ സേവനത്തിന്റെ മാറ്റു കുറയ്ക്കുന്നു. സന്നദ്ധ സേവാ പ്രവർത്തകന് പറ്റാവുന്ന മറ്റൊരു വീഴ്ച പ്രതിബദ്ധതയിൽ നിന്ന് മാറിപ്പോകാവുന്നതാണ്. മേലുദ്യോഗസ്ഥരില്ലാത്ത കാരണം എനിക്കിഷ്ടപ്പെട്ടാൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന മനോഭാവം ഇല്ലാതിരിക്കാൻ സന്നദ്ധ പ്രവർത്തകർ സ്വയം ശ്രദ്ധിക്കണം. കാറിന്റെ ചക്രങ്ങൾ സ്റ്റിയറിംഗ് വീലിന്റെ നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കാറിന് സുഖകരമായി മുന്നോട്ടു നീങ്ങാൻ പറ്റുകയില്ല. കെട്ടിടം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പണിക്കാർക്ക് എഞ്ചിനീയറുടെ അധികാരം അംഗീകരിച്ചേ പറ്റൂ. ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കണമെങ്കിൽ ആത്മീയ ജ്ഞാനം മാത്രമേ സഹായിക്കുകയുള്ളൂ. ആത്മീയമായ തലം ഇല്ലാത്ത സന്നദ്ധ സേവാ പ്രവർത്തകൻ പൂർണ്ണമായും ദുർബലനാണ്. സന്നദ്ധ സേവാ പ്രവർത്തകൻ തന്റെ പ്രതിബദ്ധതയോട് ഉറച്ചിരിക്കണം. സന്നദ്ധ സേവാ പ്രവർത്തകരുടെ ആത്മാർത്ഥത അയാളുടെ ആത്മീയ സാധനയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒരു പ്രൊജക്ടിന്റെ നേതാവിന്റെ അധികാരം സന്നദ്ധ പ്രവർത്തകൻ അംഗീകരിച്ചേ മതിയാകൂ. സന്നദ്ധ പ്രവർത്തകൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് അയാളെ ശക്തനാക്കുന്നത്. തനിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ചെയ്യാമെന്ന് കണ്ടെത്തുമ്പോൾ സന്നദ്ധ പ്രവർത്തകൻ തന്റെ പരിമിതികളിൽ നിന്ന് അപ്പുറത്തേക്ക് നീങ്ങുന്നു. ശരിയായ സന്നദ്ധ പ്രവർത്തകൻ അഭിനന്ദനമോ പ്രതിഫലമോ പ്രതീക്ഷിക്കുകയില്ല. ആരെയെങ്കിലും സന്തോഷിപ്പിക്കാനാണ് താൻ ചെയ്യുന്നത് എന്നയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾക്ക് പൂർണ്ണമായി തെറ്റുപറ്റിയിരിക്കുന്നു. ഒരാൾ സന്നദ്ധ സേവാ പ്രവർത്തനം ചെയ്യുന്നത് അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കൊണ്ടാണ്. ആ സന്തോഷം തന്നെയാണ് പ്രതിഫലം. മാത്രമല്ല ഉടനെ തന്നെ അത് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല അത് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളത്തിന്റെ രൂപത്തിൽ വരുന്ന പ്രതിഫലമല്ല. സന്നദ്ധ സേവാ പ്രവർത്തകൻ ഇത് തിരിച്ചറിയുമ്പോൾ അയാളിൽ കൃതജ്ഞത നിറയും. സന്നദ്ധ സേവാ പ്രവർത്തകന് ഉള്ളിൽ ഇളക്കം തട്ടുമ്പോൾ അയാളെ പിന്തുണയ്ക്കാനെത്തുന്നത് ജ്ഞാനവും നല്ല സുഹൃത്തുക്കളുമാണ്. ജയ് ഗുരുദേവ്.